ഇന്ന് നമുക്ക് ഈ ഒരു കിടിലൻ ലാവാലാമ്പ് ഉണ്ടാക്കിയാലോ? അതും വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ട്. ആദ്യം ഇതുപോലെ ഒരു നീളം കുപ്പി വേണം. ഇതെന്റെ വീട്ടിലെ പെപ്പർ ഗ്രൈൻഡർ ആയിരുന്നു, പക്ഷെ ഇത് പൊട്ടിപ്പോയപ്പോൾ ഞാൻ തൂക്കി. പിന്നെ ഒരു കോക്കനട്ട് ഓയിൽ വേണം. കോക്കനട്ട് ഓയിലൊക്കെ എടുത്ത് തന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കും. അതുകൊണ്ട് ഞാൻ പഴയ ഒരു പാരച്യൂട്ട് ഓയിൽ എടുത്തു. പിന്നെ കുറച്ച് ബീട്രൂട്ട് ജ്യൂസ്, പിന്നെ കുറച്ച് സോഡ. കുപ്പിയുടെ ഒരു 3/4 ഭാഗം നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. അതിന്റെ മേളിലേക്ക് നമ്മൾ ബീട്രൂട്ട് ഒഴിച്ചു കൊടുക്കണം. ഈ ബീട്രൂട്ട് തന്നെ താഴത്തേക്ക് വന്ന് സെറ്റിൽ ആവണാൻ എന്തൊരു രസമായിരുന്നു അറിയോ? അത് മാത്രം കണ്ടിരിക്കാൻ തോന്നും. അതിന്റെ മേളിലേക്ക് നമ്മൾ നമ്മുടെ സോഡേനെ ഒഴിച്ചു കൊടുക്കണം. അത് ഒഴിച്ചു കൊടുക്കണം മുന്നേറ്റ് ആദ്യം നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. കുപ്പി എടുക്കുമ്പോഴത്തേക്കും ക്യാപ്പുള്ള കുപ്പി നോക്കിയെടുക്കാൻ ശ്രദ്ധിക്കണം. കാരണം ക്യാപ്പുള്ള കുപ്പിയാണ് നമ്മൾക്ക് ആവശ്യം. എന്നിട്ട് ഇതേപോലെ അടച്ചു വെക്കുക. എന്നിട്ട് ഇതിന്റെ റിയൽ ബ്യൂട്ടി ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ ലൈറ്റൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഓഫ് ചെയ്തിട്ട് ഫ്ലാഷ് ലൈറ്റ് അടിയിൽ വെച്ച് കൊടുത്താലുണ്ടല്ലോ, മസ്റ്റ് ട്രൈ ആണ് മക്കളെ. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. ഇതിനെന്നാലും ഞാൻ ഉദ്ദേശിച്ച അത്രക്കങ്ങോട്ട് ഭംഗി വന്നില്ല. സംഭവം ഞാൻ വിചാരിച്ചത് ഈ വെറുതെ കളയണ ഈ കോക്കനട്ട് ഷെല്ല് വെച്ചിട്ട് ഒരു ക്യാൻഡിൽ ഹോൾഡർ ഉണ്ടാക്കാന്നായിരുന്നു. അതും ഞാൻ വിചാരിച്ചത് ഈ വൈറ്റ് മുത്തൊക്കെ ഒട്ടിക്കുമ്പോൾ ചെറുതായിട്ട് ഒരു ബീച്ച് തീമാക്കിയിട്ടാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ആണെങ്കിൽ ഉണ്ടാക്കി വന്നപ്പോൾ മനസ്സിനൊരു തൃപ്തി ആയില്ല. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ എടുത്തിട്ട് വോയിസ് ഓവർ ചെയ്യാൻ എഡിറ്റ് ചെയ്യാൻ ഒന്നും ഒരു മൂഡ് തോന്നണില്ല. ശരിക്കും എൻ്റെ കയ്യിൽ വേറൊരു മുത്തുകൂടി ഉണ്ടായിരുന്നത്, ഇപ്പം കാണിക്കണ മുത്ത്. ഈ മുത്ത് ഒട്ടിക്കാന്നാണ് ഞാൻ മെയിനായിട്ട് വിചാരിച്ചത്. ഇത് ഇതിനകത്ത് ഇങ്ങനെ ചുറ്റി പിടിച്ചിട്ട് ഒരു ഡ്രസ്സിലുണ്ടായിരുന്നതായിരുന്നു. അതൊക്കെ ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ട് ഇതിൽ ഒട്ടിക്കാന്നുള്ള വലിയ കാര്യത്തിലൊക്കെ കൊണ്ടുവന്നിട്ട് എന്താ, ഇത് ഒട്ടിച്ച് വെച്ചിട്ട് ഇതിങ്ങനെ വിട്ടുപോകാനാണ് ആ മുത്തിന്റെ വെയിറ്റ് കൊണ്ടിട്ട്. അപ്പൊ തന്നെ എന്റെ പകുതി മൂടും. പിന്നെ ആ സാധനം മാറ്റിയിട്ട് വേറെ മുത്താക്കി വെച്ച് ഒട്ടിച്ചെങ്കിലും എനിക്ക് അങ്ങോട്ട് എന്തോ ഒരു തൃപ്തി ആയില്ല. പിന്നെ എന്തായാലും ചെയ്തു തുടങ്ങിയതല്ലേന്ന് ഓർത്ത് മാത്രം ഞാൻ അതങ്ങോട്ട് തീർത്ത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണില്ല എന്നറിയാം. എന്നാലും ഒരു ലൈക്കും സബ്സ്ക്രൈബ് ഒക്കെ തരിക എൻ്റെ ഒരു സന്തോഷത്തിന്. ഫ്ലാഷ് ഇട്ടിട്ടും ഫ്ലാഷ് ഓഫ് ചെയ്തിട്ടും ലൈറ്റ് ഇട്ടൊക്കെ നോക്കി. ലൈറ്റ് ഇട്ടതാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. ഒരു A4 സൈസ് പേപ്പറിന്റെ കുറച്ച് ഭാഗം കൊണ്ടിട്ട് നമുക്ക് ഇതേപോലത്തെ ഒരു നൈറ്റ് ലാമ്പ് ഉണ്ടാക്കിയെടുത്താലോ? എന്റെ ചാനൽ സ്ഥിരം കാണുന്നവർക്ക് അറിയാൻ പറ്റും നൈറ്റ് ലാമ്പ് എന്നും എനിക്കൊരു വീക്ക്നെസ് ആണെന്ന്. അപ്പൊ ഈ കാണുന്ന മെഷർമെന്റ്സിലൊക്കെ വരച്ച് കട്ട് ചെയ്തെടുക്കുക. ശ്രദ്ധിക്കുക, വരച്ച് കഴിയുമ്പോൾ അത് മായ്ക്കാനും മറക്കരുത്. ഇല്ലെങ്കിൽ ലൈറ്റ് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ആ ഉള്ളിലത്തെ വരെയൊക്കെ എടുത്ത് കാണും. പിന്നെ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് സൈഡിൽ കുറച്ച് സ്ഥലം ഇട്ടിട്ട് കട്ട് ചെയ്യുക. ഇല്ലെങ്കിൽ ഒരു കഷ്ണമൊക്കെ വെട്ടിയെടുത്ത് എന്നെ പോലെ വീട് പണിയേണ്ടി വരും. എന്നിട്ട് ഞാൻ റൂഫിന് വേണ്ടി വെട്ടിയെടുത്തപ്പോഴത്തേക്കും ആദ്യത്തെ പീസ് സെറ്റ് ആയില്ല. രണ്ടാമതൊന്നോട് കുറച്ച് വലുതാക്കി കട്ട് ചെയ്തെടുത്തപ്പോഴത്തേക്കും അത് സെറ്റായി. പിന്നെ ഗമ്മക്കിട്ട് ഒട്ടിച്ച് കഴിയുമ്പോൾ നമ്മുടെ വീട് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒരു ലൈറ്റ് എടുക്കുക, ഓൺ ചെയ്യുക, അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുക, ലൈറ്റ് ഓഫ് ചെയ്യുക, വാട്ട് എ വ്യൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഈ ഒരു ക്രാഫ്റ്റ് നമ്മൾ ചെയ്യാനായിട്ട് ഇത്രയും ലേറ്റ് ആവാൻ കാരണം ഈ ഒരു പൂച്ചക്കുട്ടിയാണ്. കാരണം ഈ പൂച്ചക്കുട്ടി കിടക്കണ ഈ ചെടിച്ചട്ടിയിലാണ് ഈ കല്ലുകൾ ഉണ്ടായിരുന്നത്. ഞാൻ എപ്പോൾ ഈ കല്ലെടുക്കാൻ ചെന്നാൽ ഈ പൂച്ചക്കുട്ടി തന്നെ തുറങ്ങും. പിന്നെ നമുക്ക് ആവശ്യമായ ചില്ലുകുപ്പിയാണ്. എൻ്റെ കയ്യിൽ ഞാൻ പണ്ട് ക്രാഫ്റ്റ് ചെയ്ത് വെച്ചൊരു ചില്ലുകുപ്പിയാണ് ഉണ്ടായിരുന്നത്. അതിലെ പെയിൻ്റൊക്കെ ഞാൻ ഉറച്ച് കളഞ്ഞിട്ട് ഈ ക്രാഫ്റ്റിന് വേണ്ടി ഞാൻ പിന്നെ കൊച്ചു കുട്ടികൾ ഈ ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ പാരൻസിൻ്റെ സൂപ്പർവിഷനിൽ മാത്രം ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമ്മൾ ഇതിൽ യൂസ് ചെയ്യണത് കല്ല്, ചില്ലുകുപ്പി, തീ, വെളിച്ചെണ്ണ. വെളിച്ചെണ്ണക്ക് നല്ല വിലയാണ്. അപ്പം വീട്ടിലൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ വെളിച്ചെണ്ണ എടുത്താൽ മതി. പിന്നെ കല്ലിടുമ്പോൾ ചില്ലുകുപ്പി പൊട്ടാതെ ശ്രദ്ധിക്കും. പിന്നെ നമുക്ക് ആവശ്യം ഒരു ബഡ്സ് ആണ്. ഈ ബഡ്സിനെ കറക്റ്റായിട്ട് ഇറക്കി നിർത്തണം. ഇതിനെ കറക്റ്റായിട്ട് നിർത്താൻ കുറച്ച് പാടാണ്, കുറച്ച് കഷ്ടപ്പെട്ട. പിന്നെ എനിക്ക് ഏറ്റവും പേടിയുള്ള സാധനം ലൈറ്റർ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇത് കത്തിക്കാൻ ശ്രമിച്ചത്. അത് കത്താണ്ടായപ്പോഴത്തേക്ക് ഞാൻ വേറെ ബഡ്സ് എടുത്തോണ്ടെന്ന് കത്തിക്കാൻ നോക്കിയപ്പോഴത്തേക്കും അതും കത്താനുള്ള. അപ്പൊ ഞാൻ ഓർത്ത് ഞാൻ ഇറക്കി വെച്ച് ഈ ബഡ്സ് കത്തൂലേ. പിന്നെ ഞാൻ മെഴുകുതിരിയൊക്കെ എടുത്തോണ്ടെന്ന് കത്തിച്ചപ്പോഴത്തേക്കും അത് കത്തി. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എപ്പോഴും പറഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. എന്റെ പേര് അടിയിൽ ചെയ്തിട്ടില്ലേ, അതിന്റെ സൈഡിൽ സബ്സ്ക്രൈബ് എന്നൊരു ബട്ടൺ ഇല്ലേ, അവിടെ നിൽക്കിയാൽ മതി. അപ്പൊ ഓക്കെ. ഇതെന്താണ്, ഇത് മാജിക്കോ? പക്ഷെ മാജിക് ഒന്നല്ല ഞാൻ ഉദ്ദേശിച്ച ഒരു നൈറ്റ് ലാമ്പാണ്. എങ്ങനെയുണ്ട് സാധനം? സെറ്റ് അല്ലേ? അപ്പൊ ഉണ്ടാക്കേണ്ട എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞുതരാം. ആകെ രണ്ട് സാധനം മാത്രം മതി, ഒരു ജാറും ഒരു ബട്ടർ പേപ്പർ. സംഭവം ഭയങ്കര സിമ്പിളാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞുതരാം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന്. ബട്ടർ പേപ്പർ എടുക്കുക, ഇതിന് ചുറ്റും ഒട്ടിച്ച് കൊടുക്കുക, ചുരുക്കി കൊടുക്കുക, ലൈറ്റ് ഇടുക, അത്രേ മാത്രമേ ഉള്ളൂ. അപ്പൊ ബട്ടർ പേപ്പർ ചുറ്റണ സമയത്ത് വേറൊരു കാര്യം പറയാനുണ്ട്. ഒരു കാര്യമല്ല, 2 കാര്യം പറയാനുണ്ട്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ തൊട്ട് നമ്മളൊരു 7 ദിവസത്തെ ജേർണലിംഗ് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാണല്ലോ. അപ്പൊ എന്തൊക്കെ തീം വേണമെന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്തേക്കുക. ബട്ടർ പേപ്പർ ജാറിനെ ചുറ്റിയെടുത്ത് കഴിഞ്ഞാൽ ഒരു നെയ് റോസ്റ്റ് ഇരിക്കണ എനിക്ക് തോന്നിയത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ നമ്മുടെ സബ്സ്ക്രൈബർ കൗണ്ട് എല്ലാവർക്കും അറിയാലോ അല്ലേ. അപ്പൊ 5K ആകുമ്പോഴത്തേക്ക് ഒരു സ്പെഷ്യൽ ഗീവ് അവേ വരുന്നുണ്ട്. ഈ എക്സ്ട്രാ വന്ന ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് കളയാൻ അത്ര ടെൻഷൻ എനിക്ക് ക്ലാസ് കട്ടിയാൻ പോലും ഉണ്ടായിട്ടില്ല. ബട്ടർ പേപ്പർ ആയതുകൊണ്ട് അത് കീറിപ്പോവോ എന്നുള്ള പേടിയിലാണ് ഞാൻ മൊത്തം കട്ട് ചെയ്തെടുത്തത്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് 5K ആകുമ്പോഴത്തേക്ക് ഒരു 5 പേർക്ക് ഗീവ് അവേ കൊടുക്കാന്നാണ് ഞാൻ ഉദ്ദേശിക്കണത്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യേട്ടാ. ബട്ടർ പേപ്പർ ഇതേപോലെ ചുരുക്കി കൊടുത്ത ശേഷം ഞാൻ മേളിൽ ഡബിൾ സൈഡ് ടേപ്പ് യൂസ് ചെയ്ത് വീണ്ടും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ മേൽഭാഗത്ത് ഇതേപോലെ അധികം ചുരുക്കി വന്നില്ല, ഞാൻ തിരിച്ചു വെച്ചിട്ട് ഒന്നുകൂടി ചുരുക്കി ഇറക്കി കൊടുത്താൽ മതി. അപ്പൊ സെറ്റ് ആകും. എന്നിട്ട് ഇതേപോലത്തെ ഒരു ലൈറ്റ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുത്തുമ്പോൾ സംഭവം സെറ്റാണ്. പക്ഷെ എൻ്റെ സെറ്റായില്ല. എൻ്റെ ഒരുമാതിരി മാജിക് വരാണെന്ന് കാണിച്ചുകൊണ്ടിരിക്കണേന്ന്. ലാസ്റ്റ് അതിനെ താഴ്ത്തിട്ടിട്ട് 2 തട്ടും മുട്ടാക്കി കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് സാധനം റെഡി ആയത്. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകണ്ട. എല്ലാവരുടെ കമൻറ്റ്സും ഞാൻ റിപ്ലൈ തരും. അപ്പോൾ എന്തായാലും കമൻറ്റ് ചെയ്തേ.
ഇന്ന് നമുക്കൊരു അടിപൊളി മൂൺ ലാമ്പ് ഉണ്ടാക്കിയാലോ? ഇത് ഉണ്ടാക്കാനായിട്ട് രണ്ട് CD പിന്നെ കുറച്ച് പഞ്ഞിയും മതി. ആദ്യം CD എടുക്കുക, മൂണിന്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. കത്രി വെച്ചിട്ട് നമുക്ക് CD കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മുടെ സ്വന്തം സ്പൈഡർമാൻ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് ഒട്ടിക്കുക. പിന്നെ അതിന് ചുറ്റും കുറച്ച് പഞ്ഞിയൊക്കെ ഒട്ടിച്ചു കൊടുക്കുക. ഞാൻ ഇതിൽ യൂസ് ചെയ്തേക്കണ പഞ്ഞി എന്റെ ഒരു പഴയ തലോണിന് ഞാൻ ഓപ്പറേഷൻ ചെയ്ത് ഉച്ചക്ക് വീഡിയോ ഇടാൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഞാൻ കുറച്ച് ബിസി ആയിപ്പോയി. ആ ബിസി ആവാനുള്ള കാരണം എന്താണെന്നുള്ളത് നാളെ ഉച്ചക്കത്തെ ഷോർട്ട് വീഡിയോയിൽ വരുന്നതാണ്. അപ്പൊ വീഡിയോ ആരും മറക്കാതെ കാണുക. അപ്പോൾ ഓക്കെ, ബൈ. ഈ ഒരു കുപ്പയിൽ പെയിന്റ് അടിക്കുന്നതും അതിന്റെ ആ മൂടിയുടെ അവിടെ വെച്ചാൽ ഒരു സാധനം എടുത്ത് കളയുന്നതും അതിന്റെയൊക്കെ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇതിൽ പക്ഷേ ഈ പൂക്കൾ മാത്രം പെയിന്റ് അടിച്ചിട്ട് എനിക്ക് അത്രക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇതിൽ എന്തെങ്കിലും കൂടി ചെയ്യണം എന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കുമാണ് ഈ ഒരു സാധനം എനിക്ക് കിട്ടിയത്. പക്ഷേ ഈ സാധനം ഞാൻ വിചാരിച്ച പോലെ ആയിരുന്നില്ല. ഞാൻ വിചാരിച്ചത് ഗോൾഡൻ കളറിൽ ഔട്ട്ലൈനർ ആണെന്നാണ്. പക്ഷെ വൈറ്റിൽ ഗോൾഡൻ ഗ്ലിറ്റർ ഇട്ട ഔട്ട്ലൈനർ ആണെന്ന് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എന്തായാലും ചെയ്യാൻ തുടങ്ങി, എന്നാ പിന്നെ അങ്ങ് ചെയ്ത് തീർത്തേക്കാന്ന് ഓർത്ത്. പക്ഷെ ഇതിന്റെ ഔട്ട്പുട്ട് ഉണ്ടല്ലോ, ഞാൻ വിചാരിച്ചതിനും അടിപൊളിയായിരുന്നു. നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കണ്ടു നോക്കണം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എന്തോരം ഭംഗിയുണ്ട്. എന്താണോ ഞാൻ മനസ്സിൽ ചെയ്യാൻ ഉദ്ദേശിച്ചത് ആ സെയിം സാധനം തന്നെയാണ് എനിക്ക് കിട്ടിയത്. വേണമെങ്കിൽ ഞാൻ മനസ്സിൽ വിചാരിച്ചതിനും ഒരു പടി മുകളിൽ നിൽക്കുന്ന സാധനം എന്ന് വേണമെങ്കിലും പറയാം. അത്രേ അടിപൊളിയായിരുന്നു കേട്ടോ. നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു സാധനം ഉണ്ടാക്കാൻ സിമ്പിളാണ്. ഏതെങ്കിലും ഒക്കെ ഒരു ബോട്ടിൽ മതി. ഈ ബോട്ടിൽ തന്നെ വേണമെന്നില്ല. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, സബ്സ്ക്രൈബ് മറക്കണം. നമ്മളിന്ന് ഈ ഒരു സാധനമാണ് ഉണ്ടാക്കാൻ പോണെങ്കിലും സെലോ ടേപ്പിന്റെ ഒരു കഥയാണ് ഞാൻ പറയണത്. കാരണം ഇത് ഉണ്ടാക്കിയത് സെലോ ടേപ്പ് കൊണ്ടിട്ട്. കഥേനെ പറ്റി പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതാണ്. എല്ലാ വീഡിയോയിലും ഞാൻ എന്നിട്ട് ഇത് ഈസിയാണെന്ന് പറയുന്നിട്ട് ഫുൾ വീഡിയോ ഇരുന്ന് കാണാറില്ല, അവസാന ഭാഗം മാത്രം പോയി നോക്കുമെന്ന്. നിങ്ങളും അങ്ങനെയാണോ? അങ്ങനെ ചെയ്തിട്ട് ഞാൻ കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കുന്ന വീഡിയോ അല്ലേ, ഒരു ഫുൾ ഇരുന്ന് കാണും. ബാക്ക് ടു ദ പോയിന്റ്. അപ്പൊ നമ്മുടെ സെലോ ടേപ്പിന്റെ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സെലോ ടേപ്പ് മര്യാദക്ക് ഉപയോഗിക്കാൻ അറിയില്ല. അതുകൊണ്ട് ഞാൻ എപ്പം മുറിച്ചാലും സെലോ ടേപ്പ് കറക്റ്റ് ആവുകയുമില്ല. അതെന്റെ കയ്യിൽ മൊത്തം ഒട്ടിപ്പിടിച്ച് അത് മൊത്തം നശിഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് എന്റെ സെലോ ടേപ്പൊക്കെ വേഗം തീരും ഗൈസ്. നമുക്കിന്ന് ഈ ഒരു ലാമ്പ് ഉണ്ടാക്കിയാൽ കഴിഞ്ഞ ദിവസം നമ്മൾ ഉണ്ടാക്കിയ ലാവാ ലാമ്പിന്റെ അത്ര പണിയുമില്ല, അത്ര സാധനങ്ങളും വേണ്ട. ആകെ വേണ്ടത് ഇതേപോലത്തെ ഒരു ചില്ലിന്റെ കുപ്പി, പിന്നെ കുറച്ച് സ്റ്റാർസിന്റെയും മൂൺസിന്റെയും സ്റ്റിക്കേഴ്സ്. അത് ഇതേപോലെ നമ്മൾക്ക് വരച്ച് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൽ ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾക്ക് പെയിന്റ് അടിച്ച് മാസ്കിംഗ് ടേപ്പ് ഉണ്ടെങ്കിൽ അതിൽ സ്റ്റാർസിന്റെയും മൂൺസിന്റെയും പടം വരച്ചിട്ട് അത് ഒട്ടിച്ചു കൊടുത്താൽ മതി. എൻ്റെ കയ്യിൽ മാസ്കിംഗ് ടേപ്പ് ഇല്ലാഞ്ഞ് വന്നിട്ടാണ് ഞാൻ പേപ്പറിൽ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുത്തത്. എന്നിട്ട് പെയിന്റ് നന്നായി ഉണങ്ങിയ ശേഷം ഇതെല്ലാം കീറിക്കളയുക. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. അപ്പൊ നിങ്ങളുടെ ഫെയറി ലൈറ്റ് ഉണ്ടെങ്കിൽ അത് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുക. എൻ്റെ കയ്യിൽ ഫെയറി ലൈറ്റ് ഇല്ലാത്തതുകൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ വെച്ചത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സ്വൈപ്പ് ചെയ്തു പോകാൻ വരട്ടെ. ഈ ഒരു ക്യാൻഡിൽ ലാമ്പ് ഉണ്ടാക്കിയിട്ട് ഒരു 5 മിനിറ്റും ഒരു CD മാത്രം മതി. അപ്പൊ വേഗം തന്നെ പോയിട്ട് ആവശ്യമില്ലാത്ത ഏതെങ്കിലും ഒരു CD എടുത്തോ, ഈ കാണുന്ന പോലെ വരച്ചെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇതിൽ നമുക്ക് ആകെപ്പാട് ഒരു 3 പീസ് മാത്രം മതി. എന്നിട്ട് ഞാൻ ഈ കാണിക്കുന്ന പോലെ ഒട്ടിച്ചെടുത്ത സാധനം റെഡിയാണ്. ഈ 3ാമത്തെ പീസ് മാത്രം ഒട്ടിക്കാൻ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു. ഇച്ചിരി നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗമ്മ് യൂസ് ചെയ്തിട്ടാണ് ഒട്ടിക്കാൻ. ഞാൻ ഇവിടെ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഈ കാണുന്ന പോലെ 2 പീസ് ഒരുമിച്ച് ഒട്ടിച്ചിട്ട് അടിയിലത്തെ പീസിലേക്ക് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പണി കഴിയും. എന്നിട്ടൊരു ചെറിയ മെഴുതിരി കൂടി കത്തിച്ച് വെച്ചാലുണ്ടല്ലോ. അപ്പൊ എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്റെ പേരിന്റെ സൈഡിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ കൂടി നിൽക്കുക.